ഉപ്പും മുളകും ഫാമിലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും എല്ലാവർക്കും അറിയാം. കാര്യം ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് പേരെടുത്ത് ഇവരെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്. അതായത് ഇവരുടെ ആദ്യത്തെ മോൾ ഇതേപോലെ കല്യാണ സമയത്ത് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അതായത് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ആളും കല്യാണം ആരെയാണ് ആലോചിച്ചത് അയാളുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം ചെളി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഫാമിലീസ്. ചേച്ചി അനിയത്തിയെ പറയുന്നു, അനിയത്തി ചേച്ചിയെ പറയുന്നു, അമ്മ ഈ രണ്ട് മക്കളെയും പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ആടി. ഇത് പൊതുജനങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ വന്ന് സോഷ്യൽ മീഡിയ വന്ന് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ ഇതിനെടുത്ത് പല ആളുകളും റിയാക്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണ് നമ്മുടെ അനന്തു ഇങ്ങനെ റിയാക്ട് ചെയ്തതിനെ കുറിച്ച് ഈ പറഞ്ഞ ഉപ്പും മുളകും ലൈറ്റിൽ ആ അമ്മ വന്നിരുന്ന് പറയുന്നുണ്ട് കുറ്റങ്ങൾ കുറേ. മാത്രമല്ല അമ്മ പല ആളുകളെയും വിളിച്ച് സംസാരിച്ചു. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, അതുപോലെ സിജോ, ഗോപ്രം അച്ഛൻ, അത് പല ആളുകളെയും വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അനന്തുവിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അനന്തു പല വീഡിയോസ് ചെയ്യുന്നു, അത് ഇവരെ വളരെ മോശമായ രീതിയാണ് വീഡിയോസ് ചെയ്യുന്നത്, എന്താണ് കാര്യമെന്ന് അറിയാത്ത രീതിയിലാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഇവരെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അനന്തുവിനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. കാര്യം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അനന്തുവിനെ വിളിച്ചല്ലേ ഇതൊക്കെ പറയേണ്ടത്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഈ അമ്മയെ സിജോ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിജോ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ അനന്തുവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. അത് നല്ല രീതിയിലാണ് വിമർശിച്ചത്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ സിജോ മോനെ വിളിച്ചപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ അനന്ത് പറഞ്ഞു അനന്തുവിന് 31 വയസ്സുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ മോനെ വിളിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇത്ര ഏജ് ഉണ്ടെന്ന രീതി പറഞ്ഞു. അത് ഈ പറഞ്ഞ സിജോയ്ക്ക് അവൻ കൊണ്ടുപോയി. മാത്രമല്ല സിജോ ചെയ്ത പല വീഡിയോസും ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് എല്ലാം എടുത്ത് ഈ ഉപ്പും മുളകും ലൈറ്റിൽ ആദ്യത്തെ മോള് പോയല്ലോ അതിനെക്കുറിച്ച് അന്ന് ചെയ്ത വളരെ മോശമായിട്ട് പറയുന്ന വീഡിയോസ്. സിജോയുടെ മിക്ക വീഡിയോസിലും പറയുന്ന വേർഡ്സൊക്കെ വളരെ മോശമാണ് കേട്ടോ. ആൾ ഭയങ്കരമായിട്ട് കണ്ടൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ മോശം വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കണ്ടൻറ്റ് മൊത്തം ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് അന്ന് നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു അനന്ത് തിരിച്ച് റിയാക്ട് ചെയ്തു. ഇത് സിജോയ്ക്കങ്ങ് കൊണ്ടു. അതായത് സിജോ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അനന്തുവിൻ്റെ ഒരു റിയാക്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചിരി വരും, കോമഡി രീതിയിലാണ് ചെയ്യുന്നത്. പല മോശം വാക്കുകളൊക്കെ ഉച്ചരിക്കാറുണ്ട് അനന്തും. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു സിജോയെ പോലുള്ള പല ആളുകളും ഉപയോഗിക്കുന്ന പോലത്തെ കഠിനമായ വാക്കുകളൊന്നും ഈ പറഞ്ഞ അനന്ത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞ അനന്ത് പറഞ്ഞ കാര്യങ്ങൾ സിജോയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ല കുറുക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷനായിരുന്നു അനന്തുണ്ടത്. അതങ്ങ് ഭയങ്കര ഹിറ്റായി, ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതെടുത്ത് വെച്ച് പല ആളുകളും റിയാക്ട് ചെയ്തു. അപ്പോൾ ഇനി പറയേണ്ട ആവശ്യമില്ല, ഒന്നും കൂടെ സിജോയ്ക്ക് ചൊറി പൊട്ടി. അപ്പോഴത്തേക്കും ഇതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഈ പറഞ്ഞ പോലെ സിജോയൊക്കെ ബിഗ് ബോസിൽ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ അനന്ത് ചെയ്തത് എടുത്ത് വെച്ചിട്ട് അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യാണ്. ഒരു കുഴപ്പമില്ല, തിരിച്ച് ചെയ്യാം. പക്ഷേ ആ തിരിച്ച് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയാണ്, വളരെ മോശം. ഈ പറഞ്ഞ ആൾ ഈ എല്ലാവരോടും ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലുള്ള ആൾ വന്നിരുന്ന് ഒരാളുടെ അച്ഛനെയും അമ്മയും വളരെ മോശമാക്കിയുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. ഹായ്, ഞാൻ നിങ്ങളുടെ സിജോയാണ്. അനന്തമോൻ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക്. മോനേന്നോ സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി. പക്ഷേ ആ വിളി എന്തായാലും തിരുത്തില്ലെങ്കിൽ അനന്തമോനത് വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം തന്നെ സിജോയ്ക്ക് തെറ്റിപ്പോയെന്ന്. അത് തന്നെയാണ് സിജോയ്ക്ക് പറ്റിയത്. ആദ്യം മുതലേ സിജോയ്ക്ക് പിഴച്ചു. അതായത് ഹലോ നിങ്ങളുടെ സിജോ എന്ന് പറഞ്ഞില്ലേ, കറക്റ്റാണ്. ബിഗ് ബോസ് കണ്ടപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു സിജോയെ. കാര്യം അന്ന് സിജോയ്ക്ക് കിട്ടിയ ആ ഒരു അടി എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കും വിഷമമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹവും സിജോയോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിജോയാണ് ഇതുപോലത്തെ വാക്കുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്കും വിഷമമായിട്ടുണ്ട് കേട്ടോ. പിന്നീട് അതിനുശേഷം സിജോ പറഞ്ഞ മറ്റൊരു കാര്യം, മോളെ എന്ന് വിളിക്കാം, മോളെ എന്ന് വിളിക്കത്തക്ക കാര്യങ്ങളാണ് നീ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അതെന്താണ്, മോളെ എന്ന് പറഞ്ഞ വാക്ക് വളരെ മോശമാണോ? അതായത് എന്തോ മോശം ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന രീതിയാണ് മോളെ എന്ന്. അതെന്താണ്, സിജോയുടെ അമ്മയെ ആരും മോളെന്ന് വിളിക്കത്തില്ലേ, അല്ലെങ്കിൽ ഭാര്യയെ ആരും മോളെന്ന് വിളിക്കത്തില്ലേ? അപ്പോൾ ആ വിളിക്കുന്നതൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണോ? ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ആദ്യം മാറ്റേണ്ടത്. അതായത് സ്ത്രീകളെന്തോ വളരെ മോശമാണ്, അതുകൊണ്ടാണ് അവരെ മോളെ എന്ന് വിളിക്കുന്നത്.
ഈ മോനെ വിളിക്കുന്നതാണ് ഗ്രേഡ് കൂടിയത്, മോളെ വിളിക്കുമ്പോൾ ഗ്രേഡ് താന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഇതുവരെ സിജോയ്ക്ക് മാറിയിട്ടില്ലേ? നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് നീ പറഞ്ഞത് മോളെ എന്ന് വിളിക്കത്തക്ക രീതിയിലെ കാര്യമാണെന്ന്, അങ്ങനെ പറയുന്നത് തന്നെ എന്തോ മോശമായ രീതിയിലല്ലേ? അല്ലേ? അത് സിജോയ്ക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. നീ അങ്ങനത്തെ കാര്യമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിന്നെ ഞാൻ മോളെ വിളിക്കുന്നു എന്ന് തന്നെയാണ് സിജോ പറഞ്ഞത്. അതിപ്പം മോളെ എന്നുള്ളത് മോശമായ വാക്കാണ് അല്ലേ? ഞാൻ അനന്തമോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്വേഷിച്ചിട്ട്, ഞാൻ അങ്ങനെ അന്വേഷിച്ചു അനന്തമോളെ പറ്റി. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അനന്തമോൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പം എന്തായിരിക്കും എൻ്റെ കാര്യം? അപ്പം ഞാൻ മനസ്സിലാക്കിയത് അനന്തമോൾ എന്തോ 1994 കാലഘട്ടത്തിൽ അവരുടെ അനന്തമോള് ജനിച്ച ആ ഒരു സ്ഥലത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന ഏതോ ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോള് ജനിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അനന്തമോളുടെ പൈതൃകത്തിൻ്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ പോലെ പൈതൃകങ്ങളാൽ ഒന്നും ആർക്കും ജനിക്കാൻ കഴിയില്ല. അത് ഈ പറഞ്ഞ അധ്യാപകനായിട്ടുള്ള ഈ പറഞ്ഞ സിജോയ്ക്ക് അറിയാൻ വയ്യേ പൈതൃകങ്ങളാൽ ആർക്കും ജനിക്കാൻ കഴിയില്ല എന്ന്. അതുപോലെ തന്നെ ഈ പറഞ്ഞൊരു വാക്കുകൊണ്ട് അനന്തു എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മയെയാണ് മോശക്കാരിയാക്കിയത്. അതായത് ആ അമ്മ ഒരു മോശമായിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഒരുപാട് പൈതൃകങ്ങളുണ്ട് എന്ന രീതിയിലാണല്ലോ പറയുന്നത്. പ്രസവിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ അല്ലേ? അപ്പോൾ ആ അച്ഛനെ അല്ല അമ്മയുടെ ക്യാരക്ടറിനെ അല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെയും സ്ത്രീകളെയാണ് ഈ പറഞ്ഞ പോലെ സിജോ കുറ്റം പറഞ്ഞത്. ഭയങ്കര സിജോയുടെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു, സിജോയുടെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് സിജോ. പക്ഷേ സിജോ ഒന്നുമല്ല. സിജോയ്ക്ക് അപ്പം കാണുന്നതിന് അപ്പ എന്ന് പറഞ്ഞ് പിടിക്കുന്ന സ്വഭാവമാണ്. അത് നാളെ ഈ പറഞ്ഞ പോലെ സിജോ അമ്മയെ വരെ മാറ്റി പറയായിരിക്കും. കാര്യം സിജോയുടെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. സ്വന്തം അമ്മയോടോ അച്ഛനോടോ കൂടപ്പിറപ്പായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടോ സ്വന്തം ഭാര്യയോട് പോലും സിജോയ്ക്ക് ഒരു സ്നേഹം കൊണ്ട് തോന്നില്ല. അല്ലെങ്കിൽ ഇമ്മാതിരത്തെ തോന്നിവാസമൊന്നും സിജോ പറയില്ല. അതായത് ബന്ധങ്ങളോട് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്ര മോശമായിട്ടുള്ളൊരു വാക്ക് പറയാൻ കഴിയില്ല. സിജു വളരെ മോശമായിട്ട് ആ ഒരു വ്യക്തി പറയുന്നു, നീ ജനിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ജനിച്ചു, പല പൈതൃകങ്ങളാൽ ഒരു കൂട്ടം ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ വളരെ ദേഷ്യമാണ് തോന്നിയത്. വളരെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ആളുകൾക്കിടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്നുള്ള തോന്നലുണ്ടായിപ്പോയി. മാത്രമല്ല സിജോയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഓരോ സ്ത്രീകളെയും സിജോ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്നും ഇതിലൂടെ മനസ്സിലായി. സ്ത്രീകളോട് ഒരു ബഹുമാനവും ഇല്ലാത്തൊരു വ്യക്തിയാണ് സിജോ. ഈ പറഞ്ഞ വാക്കുകളും ഈ കാണുന്ന പുറംപോച്ചും മാത്രമേ ഉള്ളൂ. വളരെയധികം എല്ലാവരും മുന്നിൽ ആക്ട് ചെയ്യുവാണ് താൻ എന്ന് മനസ്സിലായി. അതായത് സ്ത്രീകളോട് ഈ പറഞ്ഞ സ്വന്തം അമ്മയോട് പോലും ഒരു വിലയില്ലാത്ത, ബഹുമാനമില്ലാത്ത ഒരു വ്യക്തി. അതായത് സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനും വേറൊരു അമ്മയെ ഇതുപോലെ പറയാൻ കഴിയില്ല. സിജോയ്ക്ക് നേരിട്ട് ഈ പറഞ്ഞ പോലെ അനന്തുവിനെ വല്ലതും പറയാമായിരുന്നു. അനന്തു ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ അനന്തു ചെയ്ത് പല വീഡിയോസ് എടുത്ത് വെച്ചു ഇപ്പോൾ അനന്തു എന്താണ് ചെയ്തത് അതേപോലെ തന്നെ തിരിച്ചും ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 പ്രാവശ്യവും സിജോ പറഞ്ഞ 2 വീഡിയോസിലും സിജോ ഇതേപോലെ അനന്തുവിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇതിനെതിരെ സിജോ എന്ത് വീഡിയോ ചെയ്താലും, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്താലും ഇത് കേട്ടവർക്കെല്ലാം മനസ്സിലായി സിജോ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. മാത്രമല്ല ഇതിനെതിരെ സിജോയ്ക്ക് കേസ് കൊടുക്കണം. അതായത് സിജോ പറഞ്ഞ വാക്കിനെതിരെ കേസ് കൊടുക്കണം. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ സിജോയ്ക്ക് ഇതൊരു പാഠമാകുകയുള്ളൂ. മാത്രമല്ല സ്ത്രീകൾ ഏതോ വില കുറഞ്ഞ വസ്തുക്കളാണ് എന്ന രീതിയിലാണ് ഈ പറഞ്ഞ സിജോയുടെ ആറ്റിറ്റ്യൂഡ്. അതിനും ഒരു മറുപടി ആകുകയുള്ളൂ. അതുപോലെ തന്നെ ആരെക്കുറിച്ച് ഇനി എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് പണം കിട്ടണം എന്ന് പറയുന്ന ഒരാളുണ്ട്. അരി മേടിക്കാനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരാൾ, അതായത് സീക്രട്ട് ഏജൻറ്റ് സായി. പക്ഷേ സായി എന്തുകൊണ്ടെന്നറിയില്ല ഈ ഒരു വീഡിയോ അതായത് സിജോ പറഞ്ഞതിനെതിരെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല. കൂട്ടുകാരനായതുകൊണ്ട് എന്ത് തോന്നിയാസവും പറയാമെന്നുള്ളതായിരിക്കാം. അതായത് കൂട്ടുകാർ പറയുന്ന ഒന്നും വീഡിയോസ് ആവില്ലല്ലോ. സായി ഇത് ആദ്യമായിട്ടൊന്നുമല്ല. സായിയുടെ ഫ്രണ്ട്സിനെതിരെ വരുന്ന പല കാര്യങ്ങളും സായി വീഡിയോ ആക്കാറില്ല. പല പ്രശ്നങ്ങളും ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് സായിയുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ള. അതൊന്നും സായി എടുത്ത് കണ്ടന്റ് ആക്കില്ല. അതേസമയം കഷ്ടപ്പെട്ട് സിനിമകൾ ചെയ്യുന്നവർക്കെതിരെ വന്നിരുന്ന് വാതോരാതെ എന്തെങ്കിലുമൊക്കെ വിളമ്പുകയും ചെയ്യും. അവരെടുത്തത് അങ്ങനെ ശരിയായില്ല, ഇവർക്കിങ്ങനെ അഭിനയിക്കാൻ അറിയില്ല, ഇവരെയൊക്കെ ആരെങ്കിലും എടുക്കുമോ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. പക്ഷേ സ്വന്തം ഫ്രണ്ട്സുകൾ ഇതുപോലത്തെ തോന്നിയാസങ്ങൾ പറയുമ്പോൾ അവരെ തിരുത്തുന്ന രീതിയിലുള്ളൊരു വീഡിയോ നമ്മുടെ സായി ചെയ്ത് കണ്ടിട്ടില്ല. എന്തായാലും ചക്കിക്കൊത്ത് ചങ്കരൻ എന്ന് പറയുന്ന പോലെ തന്നെ ചേരുംപടികളെ ചേരൂ. ഇവരൊക്കെ തന്നെ ചേരൂ അല്ലേ?